CC പ്ലാന്റ് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ വീട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാമെന്നാണ്. നമ്മുടെ കയ്യിൽ 2 കളറുണ്ട്, ബ്ലാക്കും ഉണ്ട് ഗ്രീനും ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു തണ്ട് കൊണ്ടുവന്നിട്ടാണ് ഈ ഗ്രീൻ പിടിപ്പിച്ചത്. പിന്നെ ബ്ലാക്ക് ആണെങ്കിൽ നമ്മൾ ഒരു ചെടി 300 രൂപയ്ക്ക് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് ഞാൻ 2 ചട്ടിയിലേക്ക് മാറ്റി നട്ടതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ബ്ലാക്കിൻ്റെ കാര്യം പറയാം. കണ്ട് ഇതൊരൊറ്റ ചെടിയായിരുന്നു ഇത് രണ്ടും. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്തു, നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇത് നല്ലോണം ഈ പോട്ടിൽ ടൈറ്റായിരുന്നു ചെടി. അപ്പോൾ ഞാനത് എടുത്തിട്ട് പകുതി നമ്മളിങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ പതുക്കെ തിക്കിയിട്ട് 2 പോട്ടിലായിട്ട് മാറ്റി നട്ടതാണ്. ഇപ്പോൾ നോക്കി നിങ്ങൾ കണ്ടു, ഇതിന് നല്ലൊരു ഷൂട്ട് വരുന്നത് കണ്ട. ആദ്യം വന്നത് ഇതാണ് കേട്ടോ, മാറ്റി നട്ടിട്ട് നമുക്ക് ആദ്യം കിട്ടിയത് ഈ 2 ഇലകളാണ്. പിന്നെയാണ് ഇപ്പോൾ ഇത് വരുന്നത് കണ്ടു. അപ്പോൾ അത് നമുക്ക് ചെയ്താൽ സക്സസ് ആവും എന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മൾ വലിയ പൈസ കൊടുത്തിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റില്ലല്ലോ സാധാരണക്കാർക്ക്. അപ്പോൾ അത് ഒന്ന് തുടച്ചതാണ്, ഇല തുടച്ചപ്പോൾ നോക്കി നല്ല, ഞാൻ തുടച്ചതിൻ്റെ ടിപ്പ് പറഞ്ഞുതരാം. വിനാഗിരി ഉണ്ടല്ലോ ചുർക്ക, അത് ഒരു ടിഷ്യൂ പേപ്പറിലാക്കിയിട്ട് തുടച്ചതാണ്. ഇത് ഞാൻ തുടച്ചിട്ടില്ല നിങ്ങളെ കാണിക്കാനായിട്ട്. അപ്പോൾ അതിന് അത്ര ഭംഗിയില്ല. നമ്മൾ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് നീറ്റായിട്ടും ക്ലീനായിട്ട് ഇരിക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡ് ഈ പ്ലാന്റിന് നല്ലതാണ് കേട്ടോ. പിന്നെ ഇനി പച്ച, ഇതെനിക്ക് ഒരു സ്ഥലത്തു നിന്ന് ഒരു തണ്ട് ഞാനിതുപോലെ കണ്ടപ്പോൾ അവരടിയിൽ മുറുക്കിയായിരുന്നു. അപ്പോൾ ഞാനത് അങ്ങനെ വാങ്ങിച്ച് കൊണ്ടുവന്നതാണ്. കണ്ടോ, ഇത് കുഴിച്ചിട്ടതാണ്. ഇതിങ്ങനെ ഒരു തണ്ട് 4 മാസമായ ചെടികളാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് പുതിയ 2 ഇലകളാണ് ആദ്യം വന്ന് വിരിഞ്ഞ് കിട്ടിയത്. ഇനി ഇത് നോക്കിയേ, അതിൻ്റെ തുമ്പ് ഭാഗമായിരുന്നു, അതായത് എനിക്ക് കിട്ടിയത് ഇതുപോലത്തെ ഒരു തണ്ടിതിനേക്കാളും കുറച്ചും കൂടി വലിയ തണ്ടാണ്. അത് ഞാനിങ്ങനെ ഈ ഓരോ ഇലകളുടെയും ഇടയിൽ വെച്ചിട്ട് 4 പീസാക്കി അങ്ങനെ കുഴിച്ചിട്ടാൽ ഒരു പീസിൽ നിന്നാണ് ഈ ചെടി മുളച്ച് വന്നത്. ഇനി അതിൻ്റെ വേറൊരു പീസായിരുന്നു ഇത് കണ്ടോ, ഈ ഒരു കഷ്ണം അതിൻ്റെ തുമ്പ് ഭാഗമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മുളച്ചത് നോക്കിയപ്പോൾ വ്യത്യാസം കണ്ടു നിങ്ങൾ. കടഭാഗം കുഴിച്ചിട്ടപ്പോൾ അതിന് ഒരു 3 ലീവ്സ് ഉള്ളത് വന്നു. തുമ്പ് ഭാഗമാകുമ്പോൾ ആ കഷ്ണത്തിന് സ്ട്രോങ് ഇല്ലാത്തത് കൊണ്ട് ആ വരുന്ന ഇലകൾക്കും അത്ര സ്ട്രോങ് ഉണ്ടാവില്ല. ഇപ്പോൾ ഇതിൽ പുതിയ ഷൂട്ട് വരുന്നുണ്ട് കണ്ട, പുതിയ ഷൂട്ട് കണ്ട. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് 0 കോസ്റ്റ് എന്ന് തന്നെ പറയാം. ഇതുപോലെ CC പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. 100% ഞാൻ ഷുവറാണ് പറയണത്. ഇനി ഇത് നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോട്ടി മിക്സാണ്. നമ്മൾ ഒലർന്ന മണ്ണായിരിക്കണം, ഫ്രീ ഫ്ലോ ആയിരിക്കണം, വെള്ളം കെട്ടി നിൽക്കരുത്. എല്ലാ ചെടികളുടെയും പോലെ തന്നെ, പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റ് ആകുമ്പോൾ നമ്മൾ നന്നായിട്ടത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ മണൽ കണ്ടൻ്റ് ഉള്ള മിക്സ് ആയിരിക്കണം, മണലുണ്ടാവണം, പിന്നെ ഗാർഡൻ സോയിൽ, പിന്നെ ചാണകം. ഇതാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് എല്ലുപൊടിയും പിന്നെ വേപ്പ് പിണ്ണാക്കും കുറച്ച് ഉപയോഗിക്കാം കേട്ടോ, തുണ്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇനിയിപ്പോൾ അത് എല്ലുപൊടി ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മൾ ഇറച്ചി കഴുകണ വെള്ളമൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ചെടിക്ക് കുറച്ച് ഒരു തുണ്ട് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കടയുടെ അവിടെ നിന്ന് ഒഴിക്കരുത്, ഇവിടെ ഒന്നും ഒഴിക്കരുത്. നമ്മൾ ചട്ടിയുടെ അറ്റത്തുകൂടെ നമുക്ക് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഒഴിച്ച് കൊടുത്താൽ അത് നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ എല്ലാ വളങ്ങളും നമ്മൾ വാങ്ങിക്കൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ മീൻ കഴുകിയ വെള്ളം മണക്കാതിരിക്കാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് കുറച്ച് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒഴിച്ച് കൊടുത്താൽ നമ്മൾ എല്ലുപൊടി ഇടുന്നതിന് പകരമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കെയറിങ്. പിന്നെ ഇൻഡോർ പ്ലാന്റ് നമുക്കറിയാമല്ലോ, അധികം സൂര്യപ്രകാശം വേണ്ട, പക്ഷെ നല്ല ഭംഗിയായിട്ട് ഇത് വളരും. അപ്പോൾ നിങ്ങളും ഇത് ഭംഗിയായിട്ടൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ഒരു തണ്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കേ.